ഹലോ എവരിവൺ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഹിമാലയൻ 2022 മോഡലാണ്. വണ്ടി ഇപ്പോൾ ആകെ 32,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറേണ്ട സമയമായി. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഞാൻ അവസാനം മാറിയത് 22,000 കിലോമീറ്ററിലാണ്. മോട്ടോറിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഞാനന്ന് ഉപയോഗിച്ചത്. ആ ഓയിൽ തന്നെ വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഓയിൽ ഞാൻ വാങ്ങിയത് തൃശ്ശൂർ ബാനഡോസിൽ നിന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ആദ്യം ഓയിൽ വാങ്ങിക്കാനായിട്ട് ബാനഡോസിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ബാനഡോസ് പിറ്റ് ഷോപ്പിലെത്തി. ബാനഡോസ് പിറ്റ് ഷോപ്പ് നിൽക്കുന്നത് തൃശ്ശൂർ പാട്രാക്കൽ ഓവർ ബ്രിഡ്ജിന് അപ്പുറത്തായിട്ടാണ്. അവിടെ നിന്നാണ് ഞാൻ ഓയിൽ വാങ്ങിക്കാറുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓയിൽ. പിന്നെ ഓയിൽ ഫിൽറ്ററുണ്ട്. 110 രൂപയാണ് ഓയിൽ ഫിൽറ്ററിന് വരുന്നത്. ഓയിൽ 1 ലിറ്ററിൻ്റെ ക്യാൻ വീതമാണ് 2 ക്യാൻ വാങ്ങിയിട്ടുണ്ട്. 2 ലിറ്റർ ആകെ നമുക്ക് ഒഴിക്കണം. ഒരു ക്യാനിന് 1300 രൂപ, 2 ക്യാനും കൂടെ 2600 രൂപ. ഓയിൽ ഫിൽറ്ററിന് 110 രൂപ, അപ്പോൾ 2710 രൂപ. എന്നാൽ ബിൽ എമൗണ്ടായിട്ട് ആകെ എൻ്റെ 2500 രൂപ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നേരെ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാം. ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ കടയിലേക്കാണ് ഞാൻ പോണത്. അവിടെ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് അവിടെ ഞാൻ വേറൊരു ക്യാൻ കണ്ടത്. റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാനാണ്. ഇത് സെമി സിന്തറ്റിക് ഓയിലാണ്. ഈ ഓയിലാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് ഒഴിച്ചു തരുന്നത്. ഇതിന് ഏകദേശം ഒരു 420 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണ്. ഏകദേശം 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓയിലാണ്. 10,000 കിലോമീറ്റർ ഓടിക്കാൻ പാടില്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എനിക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഓയിൽ കുറച്ച് മോശമാണെന്ന് മെക്കാനിക് എന്നോട് പറഞ്ഞു. പുതിയ ഓയിൽ അധികം ഓടിക്കേണ്ട, അതിന് മുമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എനിക്കിപ്പോൾ വില കൂടിയിട്ടുള്ള ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പെർഫോമൻസിലൊന്നും വ്യത്യാസം തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്തായാലും കമ്പനി ഓയിലിലേക്ക് തന്നെ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ.